ധർമ്മസ്ഥലയിലെ ദുരൂഹമായ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട അന്വേഷണം അതീവ ഗുരുതരമായ ആരോപണങ്ങളാൽ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഈ നിർണായകമായ കേസിലെ വെളിപ്പെടുത്തൽ നടത്തിയ സാക്ഷിയെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഇൻസ്പെക്ടർ മഞ്ജുനാഥ ഗൌഡ ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ പരാതി പിൻവലിക്കാൻ നിർബന്ധിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്തുവെന്നാണ് പുതിയ ആരോപണം. സിർസി സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാണ് മഞ്ജുനാഥ ഗൌഡ. ഈ ആരോപണങ്ങൾ കേസിന്റെ വിശ്വാസ്യതയെയും നിഷ്പക്ഷതയെയും വലിയ തോതിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് അന്വേഷണത്തിന്റെ സുതാര്യത ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നു. സാക്ഷിയുടെ അഭിഭാഷക നൽകിയ വിവരമനുസരിച്ച് ബെൽത്തങ്ങാടിയിലെ ഒരു പ്രത്യേക ക്യാമ്പിൽ വെച്ച് അടച്ചിട്ട മുറിയിൽ സാക്ഷിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. സാക്ഷിയുടെ സമ്മർദ്ദം കാരണമാണ് പരാതി നൽകിയതെന്ന് അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കുകയും അതിന്റെ വീഡിയോ പകർത്തിയെന്നുമാണ് അഭിഭാഷക ആരോപിക്കുന്നത്. ഈ ഞെട്ടിക്കുന്ന സംഭവത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ പ്രണബ് മൊഹന്തിയും ആഭ്യന്തര വകുപ്പിനും അഭിഭാഷക ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. കേസ് അട്ടിമറിക്കാൻ വ്യക്തമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇതിന് പിന്നിൽ ശക്തമായ സ്വാധീനങ്ങൾ ഉണ്ടെന്നും അവർ സംശയിക്കുന്നു. ഇത്തരം ആരോപണങ്ങൾ കേസിന് നിയമപരമായ നടപടികളിൽ വലിയ നിഴൽ വീഴ്ത്തും. ഇത് പൊതുജനത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസത്തെ തന്നെ ബാധിച്ചേക്കാം. മറ്റൊരു നിർണായകമായ വശം വെളിപ്പെടുത്തലിൽ സൂചിപ്പിച്ച തെളിവുകൾ കണ്ടെത്താനുള്ള അന്വേഷണ സംഘത്തിന്റെ തിരച്ചിൽ 5ാം ദിവസവും പുരോഗമിക്കുകയാണ് എന്നതാണ്. സംസ്ഥാന പാതയോട് ചേർന്ന 9ാം സ്പോട്ടിലാണ് നിലവിൽ തിരച്ചിൽ നടക്കുന്നത്. എന്നാൽ ഇതുവരെ 6 സ്പോട്ടിൽ നിന്ന് മാത്രമാണ് കാര്യമായ തെളിവുകൾ ലഭിച്ചിട്ടുള്ളത്. ഇന്നത്തെ തിരച്ചിലിൽ പ്രത്യേകിച്ച് 9, 10, 11, 12 സ്പോട്ടുകളിൽ നിന്ന് നിർണായകമായ തെളിവുകൾ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഈ സ്പോട്ടുകളിലെ മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് കേസിന് ഏറ്റവും നിർണായകമാകുക. ഈ പ്രദേശങ്ങളിൽ നിന്ന് കാര്യമായ തെളിവുകൾ ഒന്നും ലഭിച്ചില്ലെങ്കിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്യന്തം ദുഷ്കരമാകും. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് മുൻ ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലിന് ശക്തമായ സാധൂകരണം നൽകുകയും കേസിന് പുതിയ ദിശാബോധം നൽകുകയും ചെയ്യും. ഈ തിരച്ചിൽ ഈ കേസിലെ സത്യം കണ്ടെത്താനുള്ള അവസാന പ്രതീക്ഷകളിലൊന്നായിട്ടാണ് കാണപ്പെടുന്നത്. ഈ കേസിന്റെ യഥാർത്ഥ വെളിപ്പെടുത്തലിന്റെ ആഴം കർണാടകയെ ആകെ ഞെട്ടിച്ച ഒന്നായിരുന്നു. ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ സമൂഹ മനസാക്ഷിയെ പിടിച്ചുലച്ചു. 1998നും 2014നും ഇടയിൽ ധർമ്മസ്ഥലയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നിരവധി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ കത്തിക്കുകയും കുഴിച്ചു മൂടുകയും ചെയ്യാൻ താൻ നിർബന്ധിതനായിരുന്നുവെന്നാണ് ഇദ്ദേഹം ദക്ഷിണ കന്നഡ പോലീസിന് മൊഴി നൽകിയത്. ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ വ്യക്തമായ തെളിവുകളുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. താൻ അവസാനം സംസ്കരിച്ചതാണെന്ന് അവകാശപ്പെട്ടുള്ള ചില മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്നത്. ഈ കൊടും ക്രൂരതകൾക്ക് പിന്നിൽ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിലെ സൂപ്പർവൈസർമാരും ജീവനക്കാരുമാണെന്നും ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരുന്നു. തനിക്കോ കുടുംബത്തിന് പോലീസ് സംരക്ഷണം ലഭിക്കുകയാണെങ്കിൽ ഈ സംഭവങ്ങളിൽ ഉൾപ്പെട്ടവരുടെ പേരുകൾ വെളിപ്പെടുത്താൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ യാതൊരു മടിയുമില്ലാത്തവരാണ് ഈ വ്യക്തികളെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതിന് ശേഷം പൊതുസമൂഹത്തിൽ വലിയ തോതിലുള്ള ആശങ്കയും ഞെട്ടലും ഉണ്ടാക്കി. ഇത് കേസിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിപ്പിക്കുകയും സത്യം എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്യുന്നു. നിലവിൽ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ, പ്രത്യേകിച്ച് സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയും വീഡിയോ റെക്കോർഡ് ചെയ്തതുമായ സംഭവങ്ങൾ കേസിന്റെ സുതാര്യതയെക്കുറിച്ചും നീതിയുക്തമായ അന്വേഷണത്തെക്കുറിച്ചുമുള്ള സംശയങ്ങൾ ഉയർത്തുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ തകർക്കുകയും നീതി വൈകാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങളെക്കുറിച്ച് സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ ഈ വിഷയത്തിൽ നേരിട്ടിടപെട്ട് ആരോപണ വിധേയനായ ഇൻസ്പെക്ടർക്കെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കണം. കൂടാതെ സാക്ഷിയുടെ സുരക്ഷ ഉറപ്പാക്കുകയും അദ്ദേഹത്തിന് നീതി ലഭിക്കാൻ ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുകയും ചെയ്യണം. ധർമ്മസ്ഥലയിലെ ഈ കേസ് ഒരു വ്യക്തിയുടെ വെളിപ്പെടുത്തൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇത് സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ചും നീതിന്യായ വ്യവസ്ഥയുടെ കാര്യക്ഷമതയെക്കുറിച്ചുമുള്ള ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഈ കേസ് ഒരുപാട് ആളുകൾക്ക് നീതി നിഷേധിക്കപ്പെട്ട ഒരു വലിയ ചിത്രത്തിന്റെ ഭാഗമാണോ എന്ന സംശയവും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സത്യം പൂർണ്ണമായും പുറത്തു കൊണ്ടുവരേണ്ടതും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതും ഈ സമൂഹത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുകയും തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുമ്പോൾ ഈ കേസിന്റെ ഓരോ ഘട്ടവും പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും നിരീക്ഷണത്തിലായിരിക്കും. ഈ കേസിലെ സത്യം പുറത്തു വരുന്നതുവരെയും നീതി നടപ്പിലാക്കുന്നതുവരെയും ഈ വിഷയം പൊതുജന ശ്രദ്ധയിൽ തുടരും. ഈ സംഭവങ്ങൾ കർണാടകയുടെ ചരിത്രത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലായി മാറും എന്നതിൽ സംശയമില്ല.